കേരളത്തിൽ ഹിന്ദു ജനസംഖ്യാ വർധനവിന് ആഹ്വാനം ചെയ്ത സ്വാമി ചിദാനന്ദപുരി ഹിന്ദുക്കൾക്ക് 3-ൽ കുറയാതെ കുട്ടികൾ വേണം എന്നാണ് ആഹ്വാനം. 4 കുട്ടികൾ ഉണ്ടായാൽ അതിൽ ഒരു കുട്ടിയെ സന്യാസിയാക്കണമെന്നും കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയായ ചിദാനന്ദപുരി പറഞ്ഞു. കേണൽ ഗദ്ദാഫി പറഞ്ഞത് മുസ്ലിങ്ങൾ ജനസംഖ്യ കൊണ്ട് ലോകത്തെ കീഴടക്കും എന്നാണ്. ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ 24.6% കൂടി. എന്നാൽ ഹിന്ദു ജനസംഖ്യ 4.5% കുറഞ്ഞു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഹിന്ദു താൽപര്യത്തെ സംരക്ഷിക്കുന്നവർക്ക് വോട്ട് ചെയ്യണം എന്നും ആഹ്വാനമുണ്ട്. കോട്ടയത്ത് നടന്ന സ്വാമിമാരുടെ യാത്രയിൽ ആണ് പ്രസ്താവന. നമുക്ക് സന്താനങ്ങൾ വേണം, ഒരു സന്താനം പോരാ. ഒരു സന്താനമാകുമ്പോൾ 2 പേർക്ക് ഒന്നെന്ന് പറയുമ്പോൾ ജനസംഖ്യ നേർപകുതിയാവുകയാണ്. ചുരുങ്ങിയത് ഒരു 3-4 എങ്കിലും മക്കൾ വേണം. 3-ൽ കുറയരുത്. 1-നെ ഞങ്ങൾക്ക് തരണേ. ഞങ്ങൾക്കാർക്കും വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ പോലെയുള്ളൂ. ഈ ധർമ്മത്തിന് വേണ്ടി, ഈ സംസ്കൃതിക്ക് വേണ്ടി, ഈ സംസ്കൃതിയുടെ മുന്നോട്ടുള്ള പ്രചരണത്തിന് വേണ്ടി. അതുകൊണ്ട് പറയാനുള്ളത്, നല്ല അണ്ടശക്തിയും ബീജശക്തിയും ഉള്ളപ്പോൾ കല്യാണം കഴിക്കുക. അതാണ് ആദ്യം വേണ്ടത്. നല്ല അണ്ടശക്തിയുള്ള പ്രായത്തിൽ, നല്ല ബീജശക്തിയുള്ള പ്രായത്തിൽ കല്യാണം കഴിക്കുക, കുട്ടികളുണ്ടാക്കുക. ഭാരതത്തിലെ ഹിന്ദുവിന്റെ ജനസംഖ്യ ഭാരതത്തിലെ, കേരളത്തിലെ അല്ല, 4% കുറഞ്ഞിരിക്കുന്നു. ഇസ്ലാമിന്റെ ജനസംഖ്യ 24.6% കൂടിയിരിക്കുന്നു. ഈ പോക്ക് പോയാൽ കേണൽ ഗദ്ദാഫി പറഞ്ഞത് ഓർമ്മിക്കണം, we will conquer the world with population bomb. ജനസംഖ്യാ വർധനമാകുന്ന ബോംബ് കൊണ്ട് ഞങ്ങൾ ലോകത്തെ മുഴുവൻ കീഴടക്കും. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സന്താനത്തെ ഉപാസിക്കുക. ക്രിസ്ത്യാനി ആവട്ടെ, മുസൽമാനാകട്ടെ, ഏത് പാർട്ടി പ്രവർത്തിച്ചാലും, അവർ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തിച്ചാലും, കോൺഗ്രസ് പ്രവർത്തിച്ചാലും, BJP പ്രവർത്തിച്ചാലും, അവരുടെ മതത്തിന്റെ കാര്യത്തിൽ അവരൊന്നായിരിക്കും, ഉറപ്പാണ്. പക്ഷെ ഹിന്ദു എന്ന് പറയുന്ന സാധനം രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് ഭിന്നിച്ചിരിക്കും. ഇന്ന് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുകയാണ് നമ്മൾ. അതുകൂടി മാറിയാൽ, നാം ഒന്നായാൽ, ഹിന്ദു താല്പര്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ നിലകൊള്ളൂ, ഹിന്ദു താല്പര്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ വോട്ട് ചെയ്യൂ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഇനിയും നമ്മെ ചൂഷണം ചെയ്യാൻ ആർക്കും സാധിക്കില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, മറ്റെന്തെല്ലാം ആയിരുന്നു സ്വാമി കൂട്ടിച്ചേർത്തത്? എന്ത് സാഹചര്യത്തിൽ ഇത്തരത്തിൽ ജനസംഖ്യ വർദ്ധിപ്പിക്കണം, 3 മക്കളെങ്കിലും വേണം എന്ന് സ്വാമി പറയുന്നു? അഭിലാഷ്, സ്വാമിമാരുടെ സംയുക്ത സംഘടനയായ മാർഗദർശക് മണ്ഡലിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ജാഥയുടെ കോട്ടയത്തെ സ്വീകരണ വേദിയിലാണ് ഈ മാർഗദർശക് മണ്ഡലിന്റെ സംസ്ഥാന അധ്യക്ഷനും ഈ യാത്രയുടെ ക്യാപ്റ്റനും കൂടിയായ സ്വാമി ചിദാനന്ദപുരി, കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി, ഇത്തരത്തിൽ നിലപാടുകൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പുറത്തുള്ള മറ്റ് മതങ്ങളിലെ, പ്രത്യേകിച്ച് മുസ്ലിം മതത്തിലെ വർധനയാണ്, ജനസംഖ്യ വർധനയാണ്. 24% ജനസംഖ്യ കൂടി എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള അവസ്ഥയിൽ ഒരാൾക്ക് 2 പേർക്ക് ഒരു കുട്ടി എന്ന നിലയിൽ മുന്നോട്ട് പോയാൽ ജനസംഖ്യ നേരെ ഇടിയും, പകുതിയായി ഇടിയും എന്നൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രായത്തിൽ കുട്ടികൾ ഉണ്ടാകാൻ കഴിയുന്ന പ്രായത്തിൽ വിവാഹം കഴിക്കണം. ഒരു 3 അല്ലെങ്കിൽ 4 കുട്ടികളെങ്കിലും ഉണ്ടാകണം. സ്വന്തം അനുഭവം കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. തനിക്ക് സന്യാസത്തിലേക്ക് പോകാൻ കഴിഞ്ഞത് വീട്ടിൽ 5 കുട്ടികൾ ഉള്ളത് കൊണ്ടാണ്. തന്നെ ആദ്യം വീട്ടുകാർ പിന്തിരിപ്പിച്ചു, പക്ഷേ താൻ സ്വയം പോയപ്പോൾ അവർ പിന്നീട് തനിക്ക് പിന്തുണ നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഹിന്ദു ധർമ്മം പരിപാലിക്കാൻ സന്യാസിമാരുണ്ടാകേണ്ട സാഹചര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഈ വിഷയം മാത്രമല്ല,
ഈ സാമ്പത്തികമായി മുന്നോട്ട് പോകേണ്ട കാര്യം, അങ്ങനെ ഈ ഹിന്ദു സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്ന നിലയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചത്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചില രാഷ്ട്രീയവും പറഞ്ഞു. ശബരിമലയിൽ 2018 ഭരിക്കുന്ന സർക്കാർ തന്നെ അതിനെതിരെ അതിശക്തമായ രംഗത്ത് വന്ന സാഹചര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചു. ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ മറ്റു മതസ്ഥർ പ്രവർത്തിക്കുമ്പോൾ അവർക്കെല്ലാം ആ മതത്തിൻ്റെതായ പ്രശ്നം വന്നാൽ അവർ ഒറ്റക്കെട്ടാണ്, പക്ഷേ ഇപ്പുറത്ത് അങ്ങനെയല്ല എന്നതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്വാമി ചിദാനന്ദപുരി സംസാരിക്കുകയും ചെയ്തത്. ഇന്നെന്തായാലും ആലപ്പുഴയിലാണ് അദ്ദേഹത്തിൻ്റെ പരിപാടിയുള്ളത്. ഒരു പരിധിവരെ സാധാരണഗതിയിൽ ജനസംഖ്യാ വർധനവിനെതിരെ അത്തരം പ്രചരണങ്ങളൊക്കെ നടക്കുന്ന കാലത്താണ് ഫലത്തിൽ ജനസംഖ്യ കൂട്ടണം എന്ന നിലയിലേക്ക് സ്വാമി ചിദാനന്ദപുരി എത്തുന്നത്. അതിന് അദ്ദേഹം ഇത്തരം ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നു. കേണൽ ഗദ്ദാഫി ചൂണ്ടിക്കാണിച്ചത് മുസ്ലിങ്ങൾ ജനസംഖ്യാ വർധനവെന്ന ബോംബിലൂടെ ലോകം കീഴടക്കും എന്ന് പറഞ്ഞു എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് സ്വാമി ചിദാനന്ദപുരി സംസാരിക്കുകയും ചെയ്തത്. തിരുനക്കര അമ്പലത്തിന് മുന്നിലെ മൈതാനത്ത് നടന്ന പരിപാടിയിലാണ്, ഹിന്ദു ശക്തി സംഗമത്തിലാണ് അദ്ദേഹം ഇത്തരം അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തത്. ഞാൻ ശ്രീജിത്തിലേക്ക് വരാം. ഇപ്പോൾ VHP നേതാവ് ശ്രീ അനിൽ വിളയിൽ, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, മാർഗദർശക് മണ്ഡൽ പരിപാടിയുടെ ഭാഗമായി നടന്ന ചടങ്ങിലാണ് സ്വാമി ചിദാനന്ദപുരി ഹിന്ദു കുടുംബങ്ങളിലെ അല്ലെങ്കിൽ ഹിന്ദു ദമ്പതിമാരുടെ കുട്ടികളുടെ എണ്ണത്തെ സംബന്ധിച്ച പ്രസ്താവന നടത്തിയത്. 3 അതിലധികമോ കുട്ടികൾ വേണം ഹിന്ദു കുടുംബങ്ങളിൽ എന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തുന്നത്. നമ്മുടെ നിലവിലെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിന് നിരക്കുന്ന ഒരു പ്രസ്താവന ആണോ ഇത്? ഈ തരത്തിലാണോ ഈ സന്യാസി സമൂഹം പ്രസ്താവനകൾ നടത്തേണ്ടത്? ഇപ്പോൾ ഹൈന്ദവ വിഭാഗത്തിൻ്റെ ക്ഷേമം ആണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതിൽ ഈ സന്താനങ്ങളുടെ എണ്ണം എന്നതാണോ അജണ്ടയാക്കേണ്ടത്? തീർച്ചയായിട്ടും അദ്ദേഹം പങ്കെടുത്ത ആ മീറ്റിംഗിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടതാണ്. കോട്ടയത്താണ് അദ്ദേഹത്തിന്റെ പ്രസംഗം നടന്നത്. അദ്ദേഹം പറഞ്ഞതിൽ യാതൊരു വിധമായ തെറ്റുമില്ല. കാരണം കേരളത്തിലെ ഹൈന്ദവ സമൂഹം ദിനം പ്രതി എണ്ണത്തിൽ കുറഞ്ഞു വരുന്നു എന്നുള്ള ആശങ്കയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജനസംഖ്യാ ശാസ്ത്രം അനുസരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.3 താഴുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ജനവിഭാഗം ഇല്ലാതാകും എന്നുള്ളതാണ് ഡെമോഗ്രാഫി എന്ന് പറഞ്ഞ ജനസംഖ്യാ ശാസ്ത്രം പറയുന്നത്. കേരളത്തിലെ ഹിന്ദുവിന്റെ TFR റേറ്റ് 1.95 ആണ്. എന്ന് പറഞ്ഞാൽ 100 ദമ്പതികൾക്ക് 200 മക്കൾ പോലും ഇല്ല എന്നുള്ളൊരവസ്ഥ ക്രമേണ കൂടി വരികയാണെങ്കിൽ കേരളത്തിലെ ഹിന്ദു ജനസംഖ്യാപരമായി കുറയും. കേരളത്തിൽ ഇന്ന് 50% താഴെയാണ് യഥാർത്ഥത്തിൽ ഹിന്ദു ജനസംഖ്യ എന്നുള്ളതാണ് അവസാനത്തെ ചില കണക്കെടുപ്പുകളിൽ കൂടി നൽകുന്ന സൂചന. അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അല്ലാതെ വേറെ വിഭാഗങ്ങളുടെ ജനസംഖ്യ കൂടുന്നതും ഈ ഹിന്ദുവിന്റെ ജനസംഖ്യ കുറയുന്നതും തമ്മിലുള്ള താരതമ്യ പഠനമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതൊരു യാഥാർത്ഥ്യവുമാണ്. ഹിന്ദു ജനസംഖ്യ കുത്തനെ കുറഞ്ഞു വരുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. അതിന് ശാസ്ത്രീയമായ പല രേഖകളും നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. ഞാനൊരു ഉദാഹരണം പറയാം. 2 വർഷങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയിലെ V ശിവൻകുട്ടി മേശപ്പുറത്ത് വെച്ചൊരു കണക്കുണ്ട്. കേരളത്തിലെ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ 25% മലപ്പുറം എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ ജില്ലയിലാണ്. ഞാൻ അവിടുത്തെ ഇതിനെപ്പറ്റി അല്ല പറയുന്നത്. അതേ അവസ്ഥയാണ് മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിലെ ജനസംഖ്യ കുത്തനെ കൂടുകയും ഹൈന്ദവ ഭൂരിപക്ഷം ഉണ്ട് എന്ന് വിശ്വസിപ്പിക്കുന്ന തിരുവിതാംകൂർ മേഖലയിലെ ജനസംഖ്യ കുത്തനെയും കുറയുന്നു. അതൊരു ഭാവിയിൽ ഉണ്ടാകുന്ന ഒരു അപകടം, ഹിന്ദു ജനസംഖ്യ കണ്ടമാനം കുറയുന്ന ഒരു അപകടമാണ് സ്വാമി സൂചിപ്പിച്ചത്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ്. ഈ കേണൽ ഗദ്ദാഫി പറഞ്ഞത് മുസ്ലിങ്ങൾ ജനസംഖ്യ കൊണ്ട് ലോകത്തെ കീഴടക്കും എന്നാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ 24.6% കൂടി എന്ന് പറയുന്നു. ഹിന്ദു ജനസംഖ്യയിൽ 4.5% ഇടിവുണ്ടായി എന്നും അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇത് ലക്ഷ്യം വെക്കുന്നത് ഈ ഹൈന്ദവ വിഭാഗത്തിന്റെ ഉന്നമനം